ഈ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ തക്കാളി ഉണ്ടല്ലോ, ഇങ്ങനെ കെട്ടുപോവുക. തക്കാളി ഇങ്ങനെ വെള്ളത്തിൽ അങ്ങനെ തന്നെ അലിഞ്ഞ് കെട്ടുപോവുക. അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാനത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മരുന്ന്, ഒരു ഉലുവേനെ കൊണ്ടൊരു മരുന്ന് ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഇതാ ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് ഉലുവ, പഴത്തിൻ്റെ തോല്, കുറച്ച് ചോറ്, ഇതെല്ലാം കൂടി കേട്ടാ ഇതിങ്ങനെ അരച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കലക്കിയിട്ട് ഇത് ഉലുവ ഇന്നലെ പൊതിർത്ത് വെച്ചതാണ്. പൊതിർത്ത് വെച്ചിട്ട് ഒരു 100-150 ഉലുവയുണ്ട്. അത് പൊതിർത്ത് വെച്ച് ഞാനിപ്പോൾ ഇതിൽ 10-15 ലിറ്റർ വെള്ളം കൊള്ളുവിൽ ഇതിലാണ് കലക്കുന്നത്. നേർങ്ങനെ ആക്കണം. ഇതിപ്പോൾ കലക്കി പാകത്തിന് നേർമയാക്കിയാൽ മതി. അത് എത്രയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതേപോലെ കലക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ആക്കാൻ തോന്നും. ഇങ്ങനെ മതി. ഇതിൻ്റെ അകത്ത് ഇതെന്താ വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇത് ചാരവും കുറച്ച് ചാരം കണ്ടാ, ചാരം. ഇതെന്താ വെച്ചാൽ ഇത് വേപ്പും പൊടിയാന്നേ, വേപ്പിൻ്റെ പൊടി കണ്ടാ, ഇത് വേപ്പിൻ്റെ പൊടി, ചാരവും ഇതെല്ലാം കൂടിയിട്ടിട്ട് കലക്കാനാണ് പരിപാടിയിട്ട്. ഇതിപ്പം ഇത് തേച്ചും ഇതിൽ ആവില്ല, കുറച്ചും കൂടി വെള്ളം വേണം. ഉണ്ടല്ലേ, ഇത് പോരാ, ഇത് കുറച്ച് കട്ടിയാണ്. ഇത്രപ്പോലെ കട്ടി വേണ്ട, നേർഗൻ ആച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ കലക്കിയിട്ട് ഇതിനെല്ലാം ഒഴിച്ച് കൊടുക്കുക. ഇതെന്തിനാ വെച്ചാൽ തക്കാളി കെട്ടുപോകുന്നു. തക്കാളി കെട്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഏതായാലും ഈ കെട്ടുപോകുന്നതുകൊണ്ടാണ് ഞാനിത് അരച്ചു കൊടുക്കുന്നത്, ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് തക്കാളി ദ്രുതവാട്ടത്തിന് വരാതിരിക്കാനും എല്ലാം നല്ലൊരു മരുന്നായത്. വാട്ടരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നായത്. അത് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഇതാണ്, നല്ല ശരിക്കും നല്ലൊരു വളമാണ് ഇത്. കണ്ടില്ലേ, ഇതാണ് ഞാനിപ്പം കലക്കിയിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. കണ്ടാ, ഇത് കണ്ടാ, കണ്ടില്ലേ, ഇത് കണ്ടല്ലോ ഏതാ ഇതിങ്ങനെ നമ്മൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണമെന്നറിയില്ല. ഇതിപ്പോൾ കണ്ടില്ല, ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനാണ് ഇപ്പോൾ പരിപാടി ഇട്ടത്. ഞാനത് ഒഴിക്കട്ടെ, എനിക്ക് കുറേശ്ശെ കൊടുക്കട്ടെ. കുറച്ചും കൂടി വെള്ളം ഒഴിക്കട്ടെ. കുറച്ചും കൂടി വെള്ളം വേണം. എന്നാൽ പിന്നെ നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെന്താണെന്നറിയോ, ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്തെല്ലാമെന്ന് വെച്ചാൽ ഇത് കണ്ടാ, ഇതേപോലെ തക്കാളി തേച്ചും കെട്ടിട്ട് കണ്ടാ, ഇതുപോലെ അലിഞ്ഞു പോവുക. കണ്ടാ, ഇതുപോലെ കെട്ടിട്ട് അലിഞ്ഞു. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ, ഇതെന്താണെന്നറിയില്ല, ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കണ്ടല്ലേ, ഇതിലിപ്പോൾ എന്തെല്ലാം കൂട്ടിയെന്ന് വെച്ചാൽ ചോറ്, കുറച്ച് ഉലുവ, ചാരം, വേപ്പും പിണ്ണാക്കിൻ്റെ പൊടി, ഇതെല്ലാം ഞാൻ ഇതിൽ കൂട്ടിയിട്ടുള്ളത്. ഇതെല്ലാം കൂടി കൊടുത്തിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം വേറൊരു മരുന്നും കൂടി കൊടുക്കാനുണ്ട് ഈ കെട്ടുപോകുന്നതിന്. എൻ്റെ അപ്പുറം കെട്ടുപോയിട്ട് ഇങ്ങനെ ആയിട്ട് ഞാനത് കൊടുത്തതിന് ശേഷമാണ് എൻ്റെ നിന്നിന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. കണ്ടല്ലേ, ഇത് കുറേശ്ശെ കൊടുത്താൽ ആ കെട്ടുപോലെ അവിടെ നിന്ന് കിട്ടിയാൽ വെറും കെട്ടിട്ട് കലങ്ങിപ്പോന്നു, എല്ലാം കെട്ടുപോന്നു. അതുകൊണ്ട് കുറേശ്ശെ ഇതിന് ഒഴിച്ച് കൊടുക്കട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പം ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ നമ്മളിത് ഓരോന്ന് വരുന്നേന് നമ്മൾ ഓരോന്ന് നോക്കിയിട്ട് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ വെറുതെ ആയിപ്പോവും, പണിയെടുത്തത് വെറുതെ ആയിപ്പോവും. ഈ പണിയെടുത്തത് നല്ല ലെവലിൽ കിട്ടണമെന്നുണ്ടെങ്കിലോ നമ്മൾ കൃത്യമായിട്ട് പണിയെടുത്ത് കൊടുക്കണം. അവരതായ പണി, നമ്മളെ പണി നമ്മൾ എടുത്ത് കൊടുക്കുക. അവർ തരേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. അപ്പോൾ നമ്മളിതെങ്ങനെ കൊടുക്കുമ്പോൾ അവർ നമുക്ക് തരും. അതാണ് നമ്മൾ കാണുന്നത്. എല്ലാം നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്കത് പരസ്യമായിട്ട് ചെയ്തു നോക്കുമ്പോഴേക്കും ഇത് ഒരുപാട് കെട്ടുപോയി. കണ്ടാ, ഒരുപാട് കെട്ടുപോയി. കണ്ടില്ലേ, കേട് വന്നിട്ടില്ലേ, ഇതേപോലെ കെട്ട് അലിഞ്ഞു പോന്നു. വലിയ തക്കാളി കൊണ്ടുപോയിട്ട് കെട്ട് അലിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് അന്ന് ഇതിനിടയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് വന്ന തെറ്റായത്. എന്താ, എല്ലാവരും കൊടുക്കണം, എല്ലാത്തിനും കൊടുക്കാൻ നല്ലതാണ്. ഒന്നിന് മാത്രം നല്ല, ഇതെല്ലാവരും നല്ലതാണ്.
എന്തിന് കൊടുത്താലും ഇത് നല്ലത് തന്നെയാണ്. എല്ലാ പച്ചക്കറിക്കും നല്ല ബെസ്റ്റ് മരുന്നാണ് ഈ വാട്ട രോഗം. വേരിനെല്ലാം പിടിക്കുന്ന ഇതിൻ്റെ അകത്ത് അടിയിൽ നിന്ന് വരുന്ന ഇതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിൽ വേരിന് വരുന്ന ആ രോഗങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അതിൽ കാൽസ്യം, ഈ കാൽസ്യം എല്ലാം കുറയുമ്പോൾ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് കെട്ടുപോകും. അതാണ് ഞാനിങ്ങനെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊടുക്കുന്നത്. ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെതായ ഗുണം കിട്ടൂലൂ. അല്ലെങ്കിൽ ഉണ്ടല്ല, ഇതിപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ലെന്ന് വെച്ചാൽ ഇത് നമുക്ക് അനുഭവത്തിനാകുമ്പോഴേക്കും ഒന്നും ഉണ്ടാവില്ല, എല്ലാം കഴിഞ്ഞു പോകും. പണിയെടുത്തിട്ട് ഞാൻ നട്ടിരിന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നല്ലപോലെ അധ്വാനിച്ചിട്ട് നല്ലപോലെ അവരെ വയ്യന്നെ നടന്നിട്ട്, കൃഷീൻ്റെ വയ്യന്നെ നടന്നിട്ട് അവർക്ക് നമ്മളോട് തൃപ്തി വരണം. എന്നാലും മാത്രമേ നമുക്കും ഇതിൻ്റെ ഗുണം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ല, അവരോട് തൃപ്തി വന്നിട്ടില്ലെങ്കിൽ, അവർക്ക് തൃപ്തി ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതിനെക്കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല. അവർ ശപിച്ചാൽ പോയി നമ്മളെ കാര്യം. കാണുന്നില്ല, എല്ലാറ്റിനും കുറേശ്ശെ ഞാൻ ഒഴിച്ചു കൊടുക്കും. എല്ലാത്തിനും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കും. ഇതെല്ലാവരും പറ്റുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഉള്ളിക്കെല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം നന്നാവട്ടെ വെച്ചിട്ട്. അതിനെങ്കിലും ആട്ടും, ഇല്ലെങ്കിൽ പിന്നെ പോയത് പോട്ടെ. എന്താ എല്ലാത്തിനും വെച്ച് കൊടുക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ എല്ലാവർക്കും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. നല്ലതാണ്. ഇതിൽ പഴത്തിൻ്റെ തോലുണ്ട്, ചോറുണ്ട്. ഒന്നും കൂടി പറയാം, പഴത്തിൻ്റെ തോല്, ചോറ്, പഴഞ്ചോറ്, പിന്നെ ഉലുവ, പിന്നെ കഞ്ഞിവെള്ളം, പിന്നെ ചാരം, വേപ്പും പിണ്ണാക്ക്. ഇതെല്ലാം കൂടിയാണ് ഇത് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം. ലൈക്ക് അടിക്കണം, ഹൈപ്പ് അടിക്കണം. പിന്നെ ഹൈപ്പ് വരുമ്പം പിന്നെ സബ് ചെയ്യാത്തവരാ സബ് ചെയ്യണം. എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എന്നെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറയാനല്ലേ. നാളെ വേറെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.